بسم الله الرحمن الرحيم اصبر على ما يقولون واذكر عبدنا داود ذا الأيد إنه أواب إنا سخرنا الجبال معه يسبحن بالعشي والإشراق والطير محشورة كل له أواب وشددنا ملكه وآتيناه الحكمة وفصل الخطاب. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1572 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാദിലെ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ അലാ മാ യഖൂലൂൻ വദ്കുർ അബ്ദനാ ദാവൂദ ദൽ അയ്ദി ഇന്നഹു അവ്വാബ്. إنا سخرنا الجبال معه يسبحن بالعشي والإشراق والطير محشورة كل له أواب وشددنا ملكه وآتيناه الحكمة وفصل الخطاب. صدق الله العلي العظيم. സൂറത്ത് സ്വാദിലെ 17 മുതൽ 20 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹനം അവലംബിക്കുവാനും ബനൂ ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പൂർവകാലത്തെ പ്രവാചകനായിരുന്ന ദാവൂദ് അലൈഹിസ്സലാമിനെ അനുസ്മരിക്കാനുമാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്ന ആയത്തുകളിൽ അല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുന്നത്. ഈ ആയത്തുകളുടെ ഒരു പശ്ചാത്തലം നമ്മൾ പിന്നിട്ട ആയത്തുകൾ വായിച്ചതിൽ നിന്ന് മനസ്സിലായി കാണും എല്ലാവർക്കും. മക്കയിലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യ നിർവഹണ പശ്ചാത്തലത്തിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം അള്ളാഹുവിന്റെ ആയാത്തുകളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുകയും എന്നാൽ അള്ളാഹുവിന്റെ ദൂതനായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു അവര് സംശയത്തോടു കൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിനെ, അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ നോക്കിക്കാണുകയും നമ്മളൊക്കെ പ്രമാണിമാരായ ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ആ കൂട്ടത്തിലൊന്നും പെടാത്ത താരതമ്യേന അപ്രധാനായ ഒരാളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹു ദൂതനായി തെരഞ്ഞെടുത്തു എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ, അത് അംഗീകരിക്കാൻ കൂട്ടാക്കാതെ നിൽക്കുന്ന ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾ. അവരാണ് അബൂ താലിബിന്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആ സങ്കീർണമായ സാഹചര്യം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായത്. അപ്പൊ അവരുടെ സംസാരത്തിനോട് പ്രതികരിച്ചുകൊണ്ടാണ്
ആരെ പ്രവാചകനായി നിയോഗിക്കണം, ഏത് സമൂഹത്തിലേക്ക് ഏത് ഘട്ടത്തിൽ പറഞ്ഞയക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഇതൊക്കെ ഇവരാണോ തീരുമാനിക്കുന്നത്? ഇത് തീരുമാനിക്കാൻ ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഒക്കെ മേലുള്ള ആധിപത്യം ഇവരുടെ കയ്യിലാണോ? ഇവരാണോ അതിൻ്റെയൊക്കെ ഖജനാവിന്റെ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ ഖജനാവിന്റെ സൂക്ഷിപ്പുകാര്, അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥത ഇവരുടെ കയ്യിലാണോ എന്നാണ് അള്ളാഹു അവരോട് ചോദിക്കുകയുണ്ടായത്. എന്നിട്ട് അവരെ കേൾപ്പിച്ചുകൊണ്ടിരുന്നത് നേരത്തെ ഇതുപോലെ പ്രവാചകന്മാരെ നിഷേധിച്ചുകൊണ്ട്, പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ച ആളുകളുടെ, സമൂഹങ്ങളുടെ അവരെ ഏറ്റുവാങ്ങേണ്ടി വന്ന ആഖിബത്ത് എന്തായിരുന്നു എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മക്കയിലെ ഈ പ്രമാണിമാരെയും അവരുൾപ്പെടുന്ന സമൂഹത്തെയും അള്ളാഹു താക്കീത് ചെയ്യുന്നത്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം, ആദ് സമൂഹം, അതുപോലെ വലിയ സ്തംഭങ്ങളുടെ ഉടമയായിരുന്ന ഫിറോവിന്റെ സമൂഹം, ഫിറോവിനും ഫിറോവിന്റെ നയനിലപാടുകളെ പിന്തുണച്ചുകൊണ്ട് ഉണ്ടായിരുന്ന ആളുകളുടെയും കാര്യം, അതുപോലെ സമൂദ് സമൂഹം, ലൂത്ത് അലൈഹിസ്സലാമിന്റെ സമൂഹം, ഐക്യ സമൂഹം, ഇവരൊക്കെ ആയിരുന്നു ഈ വിധത്തില് പ്രവാചകന്മാരെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വന്ന സംഘങ്ങൾ, സമൂഹങ്ങൾ. ഇവരൊക്കെയും തന്നെ അള്ളാഹുവിന്റെ ദൂതന്മാരെ കളവാക്കി തള്ളിക്കളഞ്ഞു. അതിന്റെ ഫലമായിട്ട് ദൈവിക നടപടി അവരുടെ കാര്യത്തിൽ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. ഇതാണ് അള്ളാഹു നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കാണുകയുണ്ടായത്. എന്നാൽ ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു ഘോര ഗർജനം മാത്രമാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കാനായിട്ടുള്ളത്. ഒരൊറ്റ ശബ്ദം, ഒരു കഠിനമായ അത്യുച്ചത്തിലുള്ള ഒരു ശബ്ദം. അതിനെ തുടർന്ന് ഒരു കാത്തിരിപ്പില്ല, അതിനെ തുടർന്ന് മറ്റൊരു ഘോര ഗർജനവും അവർ കേൾക്കേണ്ടതില്ല. അതിനുശേഷം ആ ഘോര ഗർജനത്തെ തുടർന്ന് ഇവരുടെ കഥ അവസാനിക്കാൻ വേറെ ഒരു സമയം, കാലവിളംബം ഒന്നും ആവശ്യമില്ല. മാലഹ മിൻ ഫവാഖ് എന്നാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ തന്നെ ഈ ആളുകൾ വളരെ ധാർഷ്ട്യത്തോടു കൂടി അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, റബ്ബന അജ്ജിൽ ലനാ ഖിത്തന ഖബ്ല യൗമിൽ ഹിസാബ്. ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ വിഹിതം അല്പം ധൃതിയിൽ അങ്ങ് തന്നേക്ക്. അന്ത്യനാള് വരുന്ന ഉയർത്തെഴുന്നേൽപ്പിന്റെയും കണക്ക് നോക്കുന്നതിന്റെയും ദിവസം വന്നു ചേരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കുള്ളത് വേഗം അങ്ങ് തന്നേക്ക് എന്ന് പറയുവോളം ഇവരുടെ ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ആ ഘട്ടത്തില് പ്രവർത്തനക്ഷമമായിരുന്നു. അല്ലെങ്കിൽ അത്രയും ധിക്കാരവും ധാർഷ്ട്യവും ഉള്ള വിധത്തിലാണ് അവര് പ്രവാചകന്മാരോട് പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവരുടെ വായ കൊണ്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന ഉരുവിടുകയും ചെയ്യുന്നത്. നിഷേധികളായ ആളുകളുടെ ആ സമൂഹത്തിന്റെ ധിക്കാര മനസ്ഥിതിയും ധാർഷ്ട്യവും ഒക്കെ വളരെയേറെ വ്യക്തമാക്കുന്ന അവരുടെ ഒരു സംസാരമാണ് അള്ളാഹു ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. റബ്ബന അജ്ജിൽ ലനാ ഖിത്തന ഖബ്ല യൗമിൽ ഹിസാബ് എന്നാണ്. ഇവിടെ ഖിത്ത് എന്ന വാക്ക് നമ്മൾ മനസ്സിലാക്കി വിഹിതം എന്നാണ്. അവർക്ക് അള്ളാഹു വെച്ചിട്ടുള്ള വിഹിതം, അത് അള്ളാഹു എല്ലാവർക്കും ഓരോ വിഹിതം വെച്ചിട്ടുണ്ട് എന്നത് ഉൾക്കൊള്ളുന്ന വിധത്തിലല്ല യഥാർത്ഥത്തില് അവര് പറയുന്നത്. അവരതിനെ നിഷേധിക്കുന്നവരും തള്ളിക്കളയുന്നവരും ഒക്കെയാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തിൽ അങ്ങനെ ഒന്നുണ്ടല്ലോ. ഓരോരുത്തർക്കും അവരുടെ പ്രവർത്തനങ്ങൾക്ക്, അവരുടെ നിലപാടുകൾക്ക് ഒക്കെ അടിസ്ഥാനമായിട്ട്
അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷയോ ശിക്ഷയോ അടങ്ങുന്ന ഒരു വിഹിതം കിട്ടാനുണ്ട്. ഇതാണല്ലോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു അടിസ്ഥാന ആശയം. അപ്പൊ ഇവര് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് ഞങ്ങൾക്കുള്ള വിഹിതം ഖിയാമത്ത് നാളാകാനൊന്നും കാത്തു നിൽക്കണ്ട, വേഗം അങ്ങ് തന്നേക്ക് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര ചിന്താശൂന്യമായ, ബുദ്ധിശൂന്യമായ, ധിക്കാരപരമായ ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് എന്നത് ഇവരുടെ ഈ വാക്കുകളിൽ നിന്ന്, അതിലടങ്ങിയ അവരുടെ ബുദ്ധിശൂന്യതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനെ തുടർന്നാണ് ഈ അവിവേകികളുടെ കാര്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹനം അവലംബിക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. തുടർന്ന് നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകളിൽ ഉസ്ബിർ അലാ മാ യഖൂലൂൻ, പ്രവാചകരെ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ധിക്കാരപരമായ സംസാരം ഉണ്ടല്ലോ, അവരുടെ ഈ ധാർഷ്ട്യം കാണിക്കുന്ന സംസാരം, അക്കാര്യത്തിൽ താങ്കൾ സഹനം അവലംബിച്ചേക്കുക. ഉസ്ബിർ അലാ മാ യഖൂലൂൻ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ക്ഷമ കാണിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ പ്രവാചകന് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ഈ ക്ഷമ കാണിക്കുക എന്ന് പറയുന്ന ഈ നിർദ്ദേശം നമ്മളും ഈ കാലഘട്ടത്തില് അള്ളാഹുവിന്റെ ദീനിനെ ഉൾക്കൊള്ളുന്ന, ആ ദീനിനെ പിന്തുടരുന്ന, അതിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളവും വളരെ ശ്രദ്ധ പതിയേണ്ടതും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള ഒരു ഉപദേശമാണിത്, അള്ളാഹുവിന്റെ നിർദ്ദേശം. ഉസ്ബിർ അലാ മാ യഖൂലൂൻ. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഏറ്റവും ഏറെ വിദ്വേഷവും അതുപോലെ തന്നെ വെറുപ്പും ഉളവാക്കുന്ന വിധത്തില് അള്ളാഹുവിന്റെ ആയാത്തുകളെയും അള്ളാഹുവിന്റെ കിതാബിനെ പൊതുവായിട്ടും അള്ളാഹുവിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങളെയും ഒക്കെ വളരെയേറെ വഷളായ രീതിയിൽ അവതരിപ്പിക്കുന്ന ധാരാളം ആളുകൾ. വലിയ കഴിവും പ്രാഗൽഭ്യവും ഉണ്ടായിട്ടൊന്നുമല്ല, പലരും വളരെ മൂഢമായ, ബുദ്ധിശൂന്യമായ കാര്യങ്ങൾ. ഒരുപാട് പേരെ അബദ്ധത്തിൽ ചാടിക്കാൻ കഴിയും, ഒരുപാട് പേരെ വഴിതെറ്റിക്കാൻ കഴിയും എന്നതല്ലാത്ത യാതൊരു മേന്മയും ഇല്ലാത്തതാണ് അത്തരം ആളുകളുടെ സംസാരങ്ങളൊക്കെ. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്, ആ കാറ്റഗറിയിൽ നിറഞ്ഞാടുകയാണ്. അവർക്ക് അതിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഇസ്ലാമിനെ വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടന്റ് തയ്യാറാക്കിയാൽ അതിന് വലിയ റീച്ചാണ്. ധാരാളം ആളുകൾ, ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉണ്ടാവും. യാതൊരു പ്രയത്നവും കൂടാതെ തന്നെ കാശ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതൊക്കെ ആയിരിക്കും അവരുടെ താല്പര്യങ്ങൾ. അതിനപ്പുറത്തേക്കും താല്പര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഈ ആളുകളുടെ ഇത്തരം ബുദ്ധിശൂന്യവും ധിക്കാരപരവും ധാർഷ്ട്യം പ്രകടമാക്കുന്ന വിധത്തിലുമുള്ള ഈ സംസാരം മക്കയിലെ ആളുകളുടെ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമകാലികർ തന്നെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിയാണല്ലോ. അത്തരം സംസാരങ്ങളുടെ മുന്നിൽ പ്രവാചകരെ താങ്കൾ സബ്ർ ചെയ്യുക. ഉസ്ബിർ അലാ മാ യഖൂലൂൻ. എന്നിട്ട് ഓർക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. വദ്കുർ അബ്ദനാ ദാവൂദ, നമ്മുടെ ദാസൻ ദാവൂദിനെ ഓർക്കുകയും ചെയ്യുക. ദൽ ഐദ്, വളരെയേറെ കരുത്തുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. ദൽ ഐദ് എന്ന് പറഞ്ഞ കയ്യുള്ളവൻ, കരമുള്ളവൻ എന്നൊക്കെയാണ് ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥസൂചന. യദ് എന്നതിന്റെ ബഹുവചനാണ് ഐദ്. ദൽ ഐദ് എന്ന് പറഞ്ഞാൽ ഐദുള്ളവൻ. ഐദ് എന്ന് പറഞ്ഞാൽ കൈകൾ, കൈകളുള്ളവൻ. ദാവൂദ് അലൈഹിസ്സലാമിനും ഇതര മനുഷ്യരെ പോലൊക്കെ തന്നെ രണ്ട് കൈകൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ഒരുപാട് കൈകളുടെ കരുത്ത് കാണിച്ചുകൊണ്ട് പ്രയത്നിക്കാൻ കഴിഞ്ഞിരുന്ന ഒരു ശക്തനായ മനുഷ്യനായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. ബൈബിളൊക്കെ വിവരിക്കുന്ന ചില വിവരണങ്ങളിൽ ഖുർആൻ അത് എൻഡോഴ്സ് ചെയ്തുകൊണ്ട് വിവരിക്കുന്നത് കാണാം. ജാലൂത്തിനെ വകവരുത്തുക. ജാലൂത്ത് ആ കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന് ഏറ്റവും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു ഭീകരനായ ശത്രുവായിരുന്നു. ജാലൂത്തിനെ നേരിടാൻ കഴിയാതെ ബനൂ ഇസ്രായേൽ സമൂഹം വളരെ
ഭീതിജനകമായ വിധത്തിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് ദാവൂദ് അലൈഹിസ്സലാം എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം പിന്നീട് അള്ളാഹുവിന്റെ പ്രവാചകനായി, അദ്ദേഹത്തെ അള്ളാഹു രാജാധിപത്യം നൽകി, ആ സമൂഹത്തിന്റെ മേൽ അധിപനാക്കി, അങ്ങനെ പലതും നടന്നു. അപ്പോ ഒരു യുവാവായിരിക്കുന്ന ഘട്ടത്തിലാണ് ഗോലിയാത്ത് അഥവാ ജാലൂത്ത് ഉയർത്തിയ വെല്ലുവിളിയെ നേരിടാൻ അദ്ദേഹം രംഗത്ത് വരുന്നതും ജാലൂത്തിനെ അഥവാ ഗോലിയാത്തിനെ വകവരുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോ ബനു ഇസ്രായേൽ സമൂഹത്തിൽ ഒരു ഹീറോ പരിവേഷം, ഒരു നായക പരിവേഷത്തിലേക്ക് ഉയർന്നു വന്ന ഒരു ചെറുപ്പക്കാരനാണ് ദാവൂദ് അലൈഹിസ്സലാം. അത് നമ്മുടെ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, ചില അതിഭീകരമായ ഇടി നടക്കുന്ന സ്റ്റണ്ടൊക്കെ നടക്കുന്ന തരത്തിലുള്ള രംഗങ്ങളിൽ നായക സ്ഥാനത്തുള്ള ആളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അയാളുടെ ഒരു ഇടിക്ക് 10 ആളൊക്കെ മറിഞ്ഞു വീണു പോകും. അത് നമ്മൾ കഥകളിലെ സിനിമകളിലൊക്കെ അങ്ങനെ കാണും. അതിശക്തന്മാരായ മല്ലന്മാരായ ആളുകള് ഒരുപാട് പേര് വന്നാലും ഒരാള് തനിച്ച് അയാളെ അതിവിസ്മയകരമായ വിധത്തിൽ അവരെ ഇടിച്ചു വീഴ്ത്തുന്നതും അവരെയൊക്കെ നിലംപരിശാക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്ന അപ്രപാളികളിലെ നമ്മളുടെ ഒരു വിസ്മയാനുഭവമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ചരിത്രത്തില് അപൂർവരായി ചില ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. ദാവൂദ് അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തെ വല്ലാതെ വിസ്മയിപ്പിച്ച, ശാരീരികമായ കരുത്ത് കാണിച്ച, ഗോലിയാത്തിനെ നേരിടാൻ ആർജവുണ്ടായിരുന്ന, കരുത്തുണ്ടായിരുന്ന, ശക്തി ഉണ്ടായിരുന്ന ഒരാളായിട്ടാണ് ഖുർആനിൽ നിന്നും അതുപോലെ ബൈബിൾ സ്രോതസ്സുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു സംഗതിയെ ബലപ്പെടുത്തുന്ന വിധത്തിലാണ് അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാമിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ദൽ ഐദ് എന്നാണ് പറയുന്നത്. ദൽ ഐദ് എന്ന് പറഞ്ഞ കരങ്ങളുള്ളവൻ. ഒരാളുടെയും 2 ആളുടെയും ഒന്നും കരുത്തല്ല, അതിലൊക്കെ ഏറെ ഒരുപാട് കൈകൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ എത്രത്തോളം കരുത്ത്, എത്രത്തോളം ശക്തി പ്രയോഗിക്കാൻ കഴിയും, അതൊക്കെ ആയിരുന്നു ദാവൂദ് അലൈഹിസ്സലാമിന്റെ സാധ്യത. അദ്ദേഹം വലിയ കരുത്തുണ്ടായിരുന്ന, വലിയ മെയ്ക്കരുത്തുണ്ടായിരുന്ന, വലിയ പോരാട്ട വീര്യമുണ്ടായിരുന്ന, പോരാടാനുള്ള കരുത്തുണ്ടായിരുന്ന ആളായിരുന്നു. ദാവൂദ് അലൈഹിസ്സലാം വലിയ ശക്തനായിരുന്നു എന്ന സന്ദർഭത്തിൽ തന്നെ, എന്ന വിധത്തിൽ, ആ ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം അങ്ങേയറ്റത്ത് സഹനം അവലംബിക്കാൻ കഴിയുന്ന ഒരാളുമായിരുന്നു. കരുത്തുണ്ടെന്ന് കരുതിയിട്ട് നമ്മളോട് എതിർപ്പ് കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അവഹേളിക്കുന്ന, നമ്മളെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഒറ്റയടിക്ക് അങ്ങ് നിലംപരിശാക്കുക എന്ന രീതിയൊന്നും സ്വീകരിക്കുന്ന ആളായിരുന്നില്ല. വളരെയേറെ സഹനം അവലംബിക്കാൻ കഴിയുമായിരുന്ന ഒരാള് കൂടിയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. അപ്പോ ദൽ ഐദായ ദാവൂദ് അലൈഹിസ്സലാമിനെ, നമ്മുടെ ദാസനെ ഓർക്കുക. ഇന്നഹു അവ്വാബ്, അദ്ദേഹം ഏറെ മടങ്ങി വരുന്നവനായിരുന്നു എന്നാണ് അർത്ഥം, എന്നാണ് പറയുന്നത്. ഏറെ മടങ്ങി വരുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് എപ്പോഴും നിരന്തരമായിട്ട് തന്റെ മനസ്സിനെ തിരിച്ചു കൊണ്ടുവരുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നിരന്തരമായി ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിനീതദാസനായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. നല്ല കരുത്തുണ്ടായിരിക്കെ, ഒരു അത്യസാധാരണമായ ശക്തിയുള്ള ആളായിരിക്കെ തന്നെ അദ്ദേഹം സഹനം അവലംബിക്കുകയും നിരന്തരമായി അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് തിരികെ എത്തുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. നമുക്കങ്ങനെയാണ്. അധികാരം, പണം, ശക്തി ഒക്കെ ഉണ്ടായാൽ സാധാരണഗതിയിൽ മനുഷ്യര് അള്ളാഹുവിനെ മറന്നുപോകും. ആ കരുത്തും അധികാരവും സ്വാധീനവും ശക്തിയും ഒക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുന്ന കാര്യം അയാളുടെ പരിഗണനയിൽ പോലും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ മാറാറുണ്ട്. എന്നാൽ ദാവൂദ് അലൈഹിസ്സലാം അങ്ങനെ ആയിരുന്നില്ല. കരുത്ത് ആവശ്യമുള്ളിടത്ത് പ്രയോഗിക്കുവാനും ആവശ്യമുള്ളിടത്ത് സഹനം അവലംബിക്കുവാനും നിരന്തരമായി അള്ളാഹുവിലേക്ക് പശ്ചാത്താപ വിവശനായിക്കൊണ്ട് അള്ളാഹുവിന്റെ സഹായം തേടിക്കൊണ്ട്
അള്ളാഹുവിലേക്ക് മനസ്സിനെ തിരികെ കൊണ്ടുവരാനും സാധിച്ചിരുന്ന ആളായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിനെ കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം, ദാവൂദ് അലൈഹിസ്സലാം കാന അഅ്ബുദൽ ബശർ എന്നാണ്. ജനങ്ങളുടെ കൂട്ടത്തില് മനുഷ്യരാശിയിലെ ഏറ്റവുമേറെ ആരാധനകളിൽ ഏർപ്പെട്ടിരുന്ന ആളാണ് ദാവൂദ് അലൈഹിസ്സലാം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യവംശം. മനുഷ്യവംശത്തിന്റെ ഇടയിൽ ഏറ്റവുമേറെ ഇബാദത്തിൽ മുഴുകിയിരുന്ന, ഇബാദത്തിലായി കഴിഞ്ഞിരുന്ന ആളാണ് ദാവൂദ് അലൈഹിസ്സലാം. അതായിരുന്നു ഒരു പക്ഷെ അദ്ദേഹത്തിന് സഹനവും അതുപോലെ തന്നെ ക്ഷമിച്ചിരിക്കാനൊക്കെ ഉള്ള കഴിവും ഒക്കെ പകർന്നു നൽകിയിട്ടുണ്ടായിരുന്ന കാര്യം. വദ്കുർ അബ്ദന ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ്. ഏറെ അള്ളാഹുവിലേക്ക് മനസ്സിനെ തിരികെ കൊണ്ടുവന്നിരുന്ന, അള്ളാഹുവിലേക്ക് നിരന്തരം മടങ്ങിക്കൊണ്ടിരിക്കാൻ സാധിച്ചിരുന്ന ഒരാളാണ്. ഈ കൈക്കരുത്തും മെയ്ക്കരുത്തും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ നമ്മുടെ ദാസനായിരുന്ന ദാവൂദ് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ആ ദാവൂദിനെ ഓർക്കുക, ആ ദാവൂദിനെ അനുസ്മരിക്കുക, അതൊരു പ്രചോദനമാണ്. ചരിത്രത്തിൽ അങ്ങനെയുള്ള വ്യതിരിക്തതകളുള്ള വ്യക്തികളെ, ചരിത്ര പുരുഷന്മാരെ, കഥാപാത്രങ്ങളെ ഓർക്കുന്നത് നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ഇടപെടലായിട്ട്, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അനിവാര്യമായ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കരുത്ത് നൽകുന്ന, പ്രചോദനമാകുന്ന ഒരു സംഗതിയായിട്ടാണ് അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് ചരിത്രം വളരെ അമൂല്യമായ ഒരു സ്രോതസ്സാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രചോദനം നൽകുന്ന ഒരു സ്രോതസ്സാണ്. ചരിത്രത്തില് നിസ്തുലമായ മാതൃകകൾ തീർത്തുകൊണ്ട് കടന്നുപോയ ആളുകൾ അനുസ്മരിക്കപ്പെടേണ്ടതാണ്. പ്രവാചകന്മാരും സിദ്ദീഖുകളും ശുഹദാക്കളും അള്ളാഹുവിന്റെ മാർഗത്തില് വലിയ ധീരോദാത്തമായ പ്രകടനം കാഴ്ചവെച്ച, ദീനിന് വേണ്ടി അള്ളാഹുവിന്റെ സരണിയിൽ സമർപ്പിച്ച ചില നായകന്മാരുണ്ട്, ചില ഹീറോസ് ഉണ്ട്. ബത്തൽ എന്ന് പറയാം അറബി ഭാഷയിൽ. ബത്തൽ എന്നാണ് ഇംഗ്ലീഷിലെ ബാറ്റിൽ എന്ന വാക്കൊക്കെ വന്നിട്ടുള്ളത്. കാരണം ബത്തൽ ഉയരുന്നത്, അല്ലെ ബത്തൽ പിറവിയെടുക്കുന്നത് യുദ്ധക്കളത്തിലാണല്ലോ. ഒരു ശിശുവായിട്ടാണ് എല്ലാവരും ജനിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു ഹീറോ, ഒരു നായകൻ ജനിക്കുന്നത് യുദ്ധക്കളത്തിലാണ്. യുദ്ധക്കളത്തിൽ അയാൾ വ്യതിരിക്തമായ, അല്ലെങ്കിൽ പോരാട്ട ഭൂമിയിൽ വ്യതിരിക്തമായ അദ്ദേഹത്തിന്റെ കഴിവും ധീരതയും ഒക്കെ തെളിയിക്കപ്പെടുന്ന ഘട്ടത്തിലാണ് ഒരാളെ യഥാർത്ഥത്തിൽ ബത്തലായി മാറുന്നത്. അതുവരെ അയാൾ ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു ബത്തൽ ആയിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. അതും ഏറ്റവും ഏറെ പ്രതിസന്ധി നേരിട്ട ഒരു ഘട്ടത്തിൽ. നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യവും അതുപോലെയുള്ള ചില ധീര നായകന്മാരെ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. രാജ്യം പൂർണ്ണമായിട്ട് ഫാഷിസത്തിന്റെ ഒരു പിടിയിൽ അമരുന്ന, ഫാഷിസം വിഴുങ്ങിക്കഴിഞ്ഞ ഒരു ഘട്ടത്തില് സാധാരണ മനുഷ്യന്റെ പ്രൊപ്പോർഷനിലുള്ള കഴിവും തന്റെ ഇടവും ധൈര്യവും എന്നുള്ള ആളുകൾ മതിയാവാതെ വരുന്ന ഒരു കാലമാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അത്തരം സന്ദർഭങ്ങളിലാണ് ദാവൂദ് അലൈഹിസ്സലാമിനെ പോലെയുള്ള വളരെ വ്യതിരിക്തമായ കഴിവുകളുള്ള ആളുകൾ പ്രസക്തരാവുന്നത്. അപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ നേരിട്ടുകൊണ്ടിരുന്ന ആ വെല്ലുവിളി നിറഞ്ഞ സന്ദർഭത്തില് ദാവൂദ് അലൈഹിസ്സലാമിനെ അനുസ്മരിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവിടെ നിർദ്ദേശിക്കുന്നത്. ഇസ്ബിർ അലാ മാ യഖൂലൂന വദ്കുർ അബ്ദനാ ദാവൂദ ദൽ ഐദി ഇന്നഹു അവ്വാബ് എന്നാണ് ഇവിടെ ദാവൂദ് അലൈഹിസ്സലാമിനെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത്. ഇന്നഹു അവ്വാബ്, അദ്ദേഹം ഏറെ അള്ളാഹുവിലേക്ക് നിരന്തരം മടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അവ്വാബ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരാള്.
മനസ്സിനെ അള്ളാഹുവിലേക്ക് തിരികെ കൊണ്ടുവരുന്ന എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും അള്ളാഹുവിനെ പൂർണ്ണമായി ആശ്രയിക്കുകയും അവനെ തവക്കുൽ ചെയ്യുകയും ചെയ്തുകൊണ്ട് അവനിലേക്ക് പശ്ചാത്താപ വിവശതയോടുകൂടി മടങ്ങുന്ന ഒരു വ്യക്തി. അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ആ കഴമ്പും ശക്തിയുമാണ് വെളിപ്പെടുത്തുന്നത്. ഇന്നാ സഖർനൽ ജിബാലമാകു, എന്നിട്ട് അള്ളാഹു പറയാണ് ഇന്നാ സഖർനൽ ജിബാലമാകു, നിശ്ചയമായിട്ടും നാം അദ്ദേഹത്തോടൊപ്പം പർവ്വതങ്ങളെ വിധേയപ്പെടുത്തി. ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് നിലക്കൊണ്ട ഒരു വ്യക്തിയായിരുന്നു എന്നത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനുശേഷം പറയുന്നത് ഇന്നാ സഖർനൽ ജിബാലമാകു, അദ്ദേഹത്തോടൊപ്പമായി നാം പർവ്വതങ്ങളെ വിധേയപ്പെടുത്തി. പർവ്വതങ്ങൾ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ് നേരത്തെ ഉള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ചില പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നപ്പോ കരുത്തിന്റെയും സ്ഥിരതയുടെയും അതുപോലെ സ്ഥൈര്യത്തിൻ്റെതും ഒക്കെയായ ഒരു പ്രതീകമായിട്ട് മനസ്സിലാക്കപ്പെടുന്ന പർവ്വതങ്ങൾ, ആ പർവ്വതങ്ങളും ഈ വ്യക്തിയുടെ കൂടെ ദാവൂദ് അലൈഹിസ്സലാമിനോടൊപ്പം ആ പ്രയത്നത്തിൽ അള്ളാഹുവിന് വിധേയപ്പെടുക എന്ന പ്രയത്നത്തിന്റെ ഭാഗമാവുകയാണ്. ഏത് വിധത്തിലാണ് ഈ പർവ്വതങ്ങൾ ദാവൂദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം കൈകോർത്തുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്ന ഒരു സംഗതിയിലേക്ക് വരുന്നത് എന്നത് നമുക്കറിയില്ല. അള്ളാഹുവിന് മാത്രം അറിയുന്നൊരു സംഗതിയാണത്. പക്ഷെ അങ്ങനെ അള്ളാഹു പ്രത്യേകം പറയുന്ന വിധത്തില് ഒരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ്. ഇന്നാ സഖർനൽ ജിബാലമാഹു, നിശ്ചയമായും നാം പർവ്വതങ്ങളെ അദ്ദേഹത്തോടൊപ്പം വിധേയപ്പെടുത്തി. യുസബ്ബിഹ്ന ബിൽ അശിയി വൽ ഇശ്റാഖ്, പ്രദോഷത്തിലും പ്രഭാതത്തിലുമായിട്ട് അവര് പ്രകീർത്തനങ്ങളിൽ ഏർപ്പെടുകയായിരുന്നു. അള്ളാഹുവിനുള്ള തസ്ബീഹിൽ ഏർപ്പെടുകയാണ്. ആരൊക്കെയാണ്? ദാവൂദ് അലൈഹിസ്സലാം തീർച്ചയായിട്ടും അള്ളാഹുവിനുള്ള തസ്ബീഹില്, അള്ളാഹുവിനുള്ള സങ്കീർത്തനങ്ങളിൽ, അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ്? ബിൽ അഷിയി വൽ ഇശ്റാഖ്, ബിൽ അഷിയി പ്രദോഷത്തിൽ, സന്ധ്യാവേളയിൽ, അതുപോലെ വൽ ഇശ്റാഖ് പുലരാങ്കാലത്തും അല്ലെങ്കിൽ ഉദയ സമയത്ത്. ഇശ്റാഖ് എന്ന് പറഞ്ഞ സൂര്യന്റെ ഉദയ സമയമാണ്. അപ്പോ പ്രഭാത വേളയിലും പ്രദോഷവേളയിലും അല്ലെങ്കിൽ പ്രദോഷവേളയിലും പ്രഭാതവേളയിലും അള്ളാഹുവിനുള്ള തസ്ബീഹ് നിർവഹിക്കുന്നതിൽ വ്യാപൃതനായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. അക്കാര്യം ചെയ്തുകൊണ്ട് ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടുള്ള ആ ആരാധനയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഘട്ടങ്ങളിൽ പർവ്വതങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേരുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന. മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദാവൂദ് അലൈഹിസ്സലാം അള്ളാഹുവിനുള്ള തസ്ബീഹ് ചെയ്യുന്നത് അദ്ദേഹം തിരഞ്ഞെടുത്ത അത്യാകർഷകമായ ചില വചനങ്ങൾ ആലപിച്ചുകൊണ്ട്, അങ്ങേയറ്റത്തെ സംഗീത സാന്ദ്രതയുള്ള ചില വചനങ്ങൾ ഉരുവിട്ടുകൊണ്ടും ആലപിച്ചുകൊണ്ടുമായിരുന്നു അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പ്രപഞ്ച സാകല്യം തന്നെ ആ സങ്കീർത്തനത്തില് പങ്കുചേരുമായിരുന്നു എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. പർവ്വതങ്ങളാണ് നിശ്ചലതയുടെ അല്ലെങ്കിൽ ഉറച്ചു നിൽക്കുന്നതിന്റെ, സ്ഥിരതയുടെ, ഫേംനെസിന്റെ ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ട് നമ്മൾ എപ്പോഴും എടുത്തു കാണിക്കാറുള്ളത്. ആ പർവ്വതങ്ങളാണ് ഇവിടെ ദാവൂദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം താളം പിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആലാപനത്തില് താളം പിടിച്ചുകൊണ്ട് ചേരുകയാണ് പർവ്വതങ്ങൾ. അന്ന് ആലോചിച്ച് നോക്കൂ, അതീവ സുന്ദരമായ ഒരു സംഭവം. ദാവൂദ് അലൈഹി ഇസ്ലാം ഒരു താഴ്വരയിൽ ഇരുന്ന് അള്ളാഹുവിനുള്ള പ്രകീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ശ്രവണമധുരമായ ആ ആലാപനം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചുറ്റുപാടുമുള്ള പർവ്വതങ്ങൾ അതിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നത് ആ സെറ്റിംഗ് ഒന്നാകെ തന്നെ അള്ളാഹുവിനുള്ള പ്രകീർത്തനത്തിലും സങ്കീർത്തനത്തിലും ഒക്കെ ആയിട്ട്
മുഴുകുകയാണ് എന്നതിന്റെ ഒരു സൂചനയാണത്. അപ്പൊ പർവ്വതങ്ങൾ ആ വിധത്തില് അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന ദാവൂദ് അലൈഹിസ്ലാമിന്റെ പ്രവർത്തനത്തിൽ അദ്ദേഹത്തോടൊപ്പം വന്നു ചേരുന്നു, അദ്ദേഹത്തോടൊപ്പം താളം പിടിക്കുന്നു എന്നാണ് അവിടെ നൽകപ്പെടുന്ന സൂചനയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ പരിമിതപ്പെടുന്നില്ല. വത്വൈറ മഹ്ശൂറത്തൻ, ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുള്ള പക്ഷികളും പക്ഷിക്കൂട്ടങ്ങളും അതിൽ ചേരുകയാണ് എന്ന് പറഞ്ഞ ദാവൂദ് അലൈഹിസ്ലാമിന്റെ ആ സംഗീത സാന്ദ്രമായ ദിവ്യ കീർത്തനങ്ങളില് പങ്കുചേരുകയാണ്. ചുറ്റുപാടുമുള്ള പർവ്വതങ്ങൾ മാത്രമല്ല, പക്ഷിക്കൂട്ടങ്ങളും അതേപോലെ തന്നെ. അപ്പൊ എന്താണത്? ആ പ്രപഞ്ചത്തിലെ സകല പ്രതിഭാസങ്ങളും അള്ളാഹുവിന്റെ ആ പ്രവാചകന്റെ ആരാധനാ കർമ്മത്തില് അള്ളാഹുവിനുള്ള പ്രകീർത്തനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രഭാതത്തിലും പ്രദോഷത്തിലും നിർവഹിച്ചിരുന്ന ആ സങ്കീർത്തന തപസ്യയില് അദ്ദേഹത്തോടൊപ്പം വന്നു ചേരുന്ന, അദ്ദേഹത്തോടൊപ്പം താളം ചേരുന്ന ഒരു കാര്യമാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായിരുന്നത് എന്നത് നമുക്കറിയില്ല. പക്ഷെ അള്ളാഹു അത് ഒരു യാഥാർത്ഥ്യമായിട്ട് നമ്മളെ കേൾപ്പിക്കുകയാണ്. സാധ്യമാണത്. കാരണം പ്രപഞ്ചത്തിലെ സകലതും അള്ളാഹുവിനുള്ള തസ്ബീഹിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ സൂചന നൽകുന്നുണ്ട്. പലയിടത്തും അത് പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നത് അള്ളാഹുവിനുള്ള ആലാപനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ദാവൂദ് അലൈഹി ഇസ്ലാമിനോടൊപ്പം അദ്ദേഹത്തിന് വിധേയപ്പെടുത്തി, ആ പ്രക്രിയയിൽ വിധേയപ്പെടുത്തിക്കൊണ്ട് പർവ്വതങ്ങളെ അള്ളാഹു അതിൽ പങ്കുചേരുന്ന വിധത്തില് വിധേയപ്പെടുത്തി കൊടുത്തു. അതുപോലെ പക്ഷിക്കൂട്ടങ്ങളെയും. ത്വയ്റ മഹ്ശൂറത്തൻ, ഹെഷർ ചെയ്യപ്പെട്ടിട്ടുള്ള, മഹ്ശറ എന്നുള്ള വാക്ക് വരുന്നത് ഈ റൂട്ടിൽ നിന്ന് തന്നെയാണ്. മഹ്ശൂറത്ത് എന്ന് പറഞ്ഞാല് ഹെഷറ എന്നതിന് വന്ന വാക്കാണ്. അതിന് തന്നെയാണ് മഹ്ശറ എന്ന വാക്കൊക്കെ വരുന്നത്. മഹ്ശൂറത്ത് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടത് എന്നാണ് അർത്ഥം. അപ്പൊ ഒരുമിച്ച് കൂട്ടപ്പെട്ട പക്ഷിക്കൂട്ടങ്ങള് ദാവൂദ് അലൈഹിസ്സലാമിനോടൊപ്പം ഈ സങ്കീർത്തനം ആലപിക്കുന്നതില് പങ്കാളികളായിക്കൊണ്ടിരുന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുല്ലുൻ ലഹു അവ്വാബ്, എല്ലാം തന്നെ ഈ പർവ്വതങ്ങളും പക്ഷികളും ഒക്കെ തന്നെ അള്ളാഹുവിലേക്ക് നിരന്തരമായി മടങ്ങുന്നവരാണ്, അവ്വാബാണ്. നേരത്തെ ദാവൂദ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു ഈ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ പക്ഷികളെയും പർവ്വതങ്ങളെയും പരാമർശിച്ചുകൊണ്ടും അള്ളാഹു ഉപയോഗിക്കുന്ന വാക്ക് അവ്വാബ് എന്ന് തന്നെയാണ്. നിരന്തരമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഒരിക്കലോ രണ്ടു തവണയല്ല, നിരന്തരമായി അള്ളാഹുവിലേക്ക് മടങ്ങുന്ന മനസ്സുള്ള, അള്ളാഹുവിലേക്ക് തേട്ടങ്ങളുള്ള ഒരാളായിട്ട്. അങ്ങനെയാണ് പർവ്വതങ്ങളെയും അതുപോലെ പക്ഷിക്കൂട്ടങ്ങളെയും അള്ളാഹു ഇവിടെ പരാമർശിക്കുന്നത്. എല്ലാവരും തന്നെ, ദാവൂദ് അലൈഹി ഇസ്ലാം ഉൾപ്പെടെ പർവ്വതങ്ങളും പക്ഷിക്കൂട്ടങ്ങളും ഒക്കെ അള്ളാഹുവിലേക്ക് സ്തുതികീർത്തനങ്ങളുമായി തിരികെ എത്തിക്കൊണ്ടിരിക്കുന്നവരായിരുന്നു എന്നാണ്. വശദദിന മുൽക്കഹു, അദ്ദേഹത്തിന്റെ അധികാരത്തെ നാം ശക്തിപ്പെടുത്തി കൊടുത്തു. അദ്ദേഹത്തിന്റെ സിംഹാസനം, അദ്ദേഹത്തിന്റെ ആധിപത്യം, അദ്ദേഹത്തിന്റെ രാജത്വം, അതിനെ നാം കരുത്തുള്ളതാക്കി, ശക്തിയുള്ളതാക്കി കൊടുത്തു. വഅതൈനാഹുൽ ഹിക്മ, അദ്ദേഹത്തിന് വലിയ ജ്ഞാനം നൽകി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ദൈവികമായി പ്രവാചകൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് ജ്ഞാനം, ഹിക്മത്ത് പകർന്നു നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാരും കിതാബിനോടൊപ്പം തന്നെ ഹിക്മത്തും പഠിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്ന സൂചന ഖുർആൻ നൽകുന്നുണ്ട്. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ള തത്വചിന്തയോ തത്വശാസ്ത്രമോ ഒന്നുമല്ല, പ്രായോഗിക ബോധമാണ്. യഥാർത്ഥത്തിൽ പ്രായോഗിക ജ്ഞാനം. ഒരു കാര്യത്തിന്റെ ഒരു തത്വം അല്ലെങ്കിൽ ഒരു ആശയം പ്രയോഗത്തിൽ കൊണ്ടുവരാൻ ആവശ്യമുള്ള ഒരു സിദ്ധിയാണ് യഥാർത്ഥത്തിൽ ഹിക്മത്ത് എന്ന് പറയുന്നത്. ദാവൂദ് അലൈഹി ഇസ്ലാം അത് വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ഒരാളാണ്. ബനൂ ഇസ്രായേൽ സമൂഹത്തില് സത്യം എന്തായിരുന്നു എന്നത് അറിയുമായിരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കാർക്കും ഗോലിയാത്തിനെ കൈകാര്യം ചെയ്യാനോ പ്രായോഗികമായിട്ട് ആ സമൂഹത്തെ നയിക്കാനോ അല്ലെങ്കിൽ ആ സമൂഹത്തെ
സത്യത്തിന്റെ അടിത്തറയിൽ പുനരാവിഷ്കരിക്കപ്പെട്ട ഒരു സമൂഹവും ഒരു രാഷ്ട്രവുമായിട്ട് അവരെ രൂപപ്പെടുത്താനോ ഒന്നും സാധിച്ചിരുന്നില്ല. അത് സാധിച്ച ഒരാളാണ് ദാവൂദ് അലൈഹിസ്സലാം. പ്രായോഗിക ജ്ഞാനം എന്ന് പറയാം. ഇപ്പോ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലോകത്തെ വളരെയേറെ സ്വാധീനിച്ച ഒരു വളരെ പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതന്, അദ്ദേഹത്തിന്റെ തഫ്സീറൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഒരുപക്ഷെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ശേഷം അള്ളാഹുവിന്റെ പ്രവാചകൻ നിർവഹിച്ച ദൗത്യത്തെ പുനരാവിഷ്കരിച്ച് അതിന്റെ നൈരന്തര്യത്തിനായിട്ട് മുൻകൈയെടുത്ത ഒരു അത്യസാധാരണത്വമുള്ള ഒരു ഖുർആൻ പണ്ഡിതൻ എന്ന് അദ്ദേഹത്തെ നമുക്ക് മനസ്സിലാക്കാം. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ. പക്ഷെ അദ്ദേഹത്തിന് അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കുന്നതിന് വലിയ വിജയമോ മുന്നേറ്റമോ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോ ഇവിടെ ആ ജ്ഞാനത്തിനുപരി അതിന്റെ പ്രായോഗിക ജ്ഞാനവും കൂടി ദാവൂദ് അലൈഹിസ്സലാമിന് നൽകപ്പെട്ടതായിട്ട് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്നത് ജ്ഞാനം മാത്രമല്ല, ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഇൽമിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള സിദ്ധിയും കഴിവും അറിവും. പ്രായോഗിക ജ്ഞാനം എന്നതിന് പറയാം. ഇംഗ്ലീഷ് ഭാഷയിൽ അതിന് വിസ്ഡം എന്നാണ് ഒരൊറ്റ വാക്ക് ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പറ്റും. സുലൈമാൻ അലൈഹി ഇസ്ലാം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ വിസ്ഡത്തിന്റെ പേരിലാണ്. ആ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ പിതാവിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്, ദാവൂദ് അലൈഹി ഇസ്ലാം. അദ്ദേഹം വലിയ ഹിക്മത്ത് നൽകപ്പെട്ട ആളായിരുന്നു എന്ന്. അപ്പോ ഹിക്മത്ത്, അദ്ദേഹത്തിന് നാം വലിയ പ്രായോഗിക ജ്ഞാനം നൽകുകയുണ്ടായി. അതുപോലെ ഫസ്ൽ അൽ ഖിതാബ്, തീർപ്പാകുന്ന വിധത്തിലുള്ള സംസാരവും അദ്ദേഹത്തിന് നാം നൽകി എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. ചില ആളുകള് മണിക്കൂറുകളോളം സംസാരിച്ചാലും കാര്യങ്ങളിൽ ഒരു തീർപ്പൊന്നും ആവില്ല. എന്നാൽ വേറെ ചില ആളുകള് അവര് ഒരു കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചാൽ ഒന്നോ രണ്ടോ വാചകം പറയുന്നതോടുകൂടി തന്നെ തീരുമാനമായിട്ടുണ്ടാവും. അങ്ങനെയുള്ള സംസാര വൈഭവം ദാവൂദ് അലൈഹി ഇസ്ലാമിന് നൽകി എന്നാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ദാവൂദ് അലൈഹി ഇസ്ലാമും സുലൈമാൻ അലൈഹി ഇസ്ലാമും രണ്ടുപേരും വളരെ ഗംഭീരമായ വിധിന്യായങ്ങൾ നടത്തിയിരുന്ന ആളുകളായിട്ട്, ന്യായാധിപന്മാരായിട്ട് ചരിത്രം അല്ലെങ്കിൽ ഖുർആന്റെ ആയാത്തുകളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ബൈബിളിലും ധാരാളം പരാമർശങ്ങൾ കാണാം. അപ്പൊ അവര് ഏത് തർക്ക വിഷയങ്ങളിലും തീർപ്പ് കൽപ്പിക്കാൻ കഴിവുണ്ടായിരുന്ന, പ്രാഗൽഭ്യമുണ്ടായിരുന്ന ആളുകളാണ്. ഇവിടെ ആ ഒരു കാര്യത്തെ തന്നെയാണ് അള്ളാഹു പരാമർശിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഫസ്ൽ അൽ ഖിതാബ് എന്നാണ്. ഫസ്ൽ എന്ന് പറഞ്ഞാല് പിരിവ് എന്നാണ്. വേർപിരിവ്, അല്ലെങ്കിൽ കാര്യങ്ങളിൽ ഒരു നിർണായകമായ ഒരു തീർപ്പുണ്ടാക്കുക. അത് വളരെ പ്രധാനമായ ഒരു ഗിഫ്റ്റാണ്, ഒരു കഴിവാണ്. അങ്ങനെയുള്ള അതിനുള്ള ഖിതാബാണ്, അതിനുള്ള സംസാര വൈഭവമാണ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്നത്. വളരെ രസകരമായ, ജനങ്ങൾക്കിടയിൽ വലിയ വീരാരാധനയൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു കഴിവാണ്. ഒരു വലിയ സമൂഹം വലിയ ഡിസ്പ്യൂട്ടിലോ വലിയ തർക്കത്തിലോ സംഘർഷത്തിലോ ഒക്കെ കഴിയുമ്പോൾ ഒരാള് ഇടപെട്ട് സംസാരിക്കുക, എന്നിട്ട് നിമിഷങ്ങൾ കൊണ്ട് അയാൾ അതിലൊരു തീർപ്പുണ്ടാക്കുക, എല്ലാവരും തൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി പിരിഞ്ഞു പോവുക. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലത്തുണ്ടായ ഒരു സംഭവം, അങ്ങനെയുള്ള ഒരു സംഗതി ചരിത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കഅബയുടെ പുനർനിർമ്മാണ വേളയിൽ ഹജറുൽ അസ്വദ് അവിടെ സ്ഥാപിക്കുന്ന സംബന്ധമായിട്ട് ഒരു തർക്കം ഉടലെടുത്തതിൽ അതില് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരാളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. ആ ഒടുങ്ങാത്ത സംഘർഷത്തിന് കാരണമാവാനിടയുണ്ടായിരുന്ന ആ സംഗതി വളരെ ഭംഗിയായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പരിഹരിച്ചു. പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെയുള്ള ഒരു സംഭവമാണത്. അപ്പോ ഒരു വലിയ തുണി കൊണ്ടുവരാൻ പറയുകയും എന്നിട്ട് ആ തുണിയുടെ ഓരോ അറ്റങ്ങള് ഓരോ ഗോത്രത്തലവന്മാരും പ്രമുഖന്മാരും ഒക്കെ പിടിച്ചുകൊണ്ട് ഹജറുൽ അസ്വദ് അതില് എടുത്തു വെച്ച് കൊണ്ടുവരികയും എന്നിട്ട് അത് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് എടുത്തു വെക്കുകയും ചെയ്യുന്ന ഒരു പരിഹാരമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. അപ്പൊ ആ തുണി നിവർത്തിപ്പിടിച്ച് തുണിയുടെ മധ്യത്തിൽ ഈ കറുത്ത ശില വെച്ചിട്ട് കൊണ്ടുവരുന്നതിൽ എല്ലാവരും പങ്കാളികളായി.
അപ്പൊ എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമായി. കഅബയുടെ ആ ഹജറുൽ അസ്വദ് പുനഃസ്ഥാപിച്ചതില് എന്റെ ഗോത്രവും എന്റെ കൂട്ടത്തില് എന്റെ നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന നിലക്ക് അത് പിടിച്ച ആളുകൾക്കും അതിന് കൂടെ നിന്നവർക്കും ഒക്കെ സന്തോഷം ഉണ്ടാകുന്ന ഒരു പരിഹാരം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി കൊടുത്തു. ഇതേപോലെയുള്ള ഒരു ഇടപെട്ടുകൊണ്ട് സംസാരിച്ച് വളരെ എളുപ്പത്തിൽ തീർപ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം. ഫസ്ലുൽ ഖിതാബ്, അള്ളാഹു അദ്ദേഹത്തിന് വളരെ വിശിഷ്ടമായി നൽകിയ ഒരു സംഗതിയാണ് ഹിക്മത്തും അതുപോലെ തീർപ്പ് കൽപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു നിർണായകമായ വിധി നൽകുന്ന വിധത്തിലുള്ള സംസാര വൈഭവം. ഇടപെട്ട് സംസാരിക്കുന്ന ഒരു വിഷയം നിമിഷങ്ങൾക്കുള്ളിൽ അതൊരു പരിഹാരത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ കഴിയുന്ന അത്യസാധാരണമായ ഒരു കഴിവുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ദാവൂദ് അലൈഹിസ്സലാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.